തിരുസഭ 80. All glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനം മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുലിഖിതമാണ്. മലിനമായ ഭക്ഷണം നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ അർപ്പിച്ചു. എങ്ങനെയാണ് ഞങ്ങളത് മലിനമാക്കിയത് എന്ന് നിങ്ങൾ ചോദിക്കുന്നു. കർത്താവിൻ്റെ ബലിപീഠത്തെ നിസാരമെന്ന് നിങ്ങൾ കരുതി. സ്നേഹമുള്ള സഹോദരങ്ങളെ, കർത്താവിനെ ബലിയർപ്പിക്കുന്ന ദൈവജനത്തിനും പുരോഹിതന്മാർക്കുമുള്ള ഒരു താക്കീതാണ് മലാക്കി പ്രവാചകനിലൂടെ ദൈവം നമുക്ക് നൽകുക. അനുദിന ബലി ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ബലിപീഠത്തിൽ മലിനമായ ഭക്ഷണം നിങ്ങൾ അർപ്പിച്ചു എന്ന് കർത്താവ് പറയുകയാണ്. എങ്ങനെയാണ് ഞങ്ങളത് മലിനമാക്കിയത് നമ്മൾ ചോദിക്കുന്നു. കർത്താവിൻ്റെ ബലിപീഠത്തെ നിസാരമായി കരുതി മലിനമായ ഭക്ഷണം ദൈവത്തിന് ബലി അർപ്പിച്ചു എന്ന് വചനത്തിലൂടെ ദൈവം വ്യസനിക്കുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ബലിയർപ്പണത്തിൻ്റെ പ്രാധാന്യം കർത്താവ് ഇവിടെ എടുത്തു പറയുകയാണ്. എൻ്റെ ബലിപീഠത്തെ മലിനമാക്കി എന്ന് കർത്താവ് പറയുമ്പോൾ ഈ ബലിപീഠത്തെ ഒരിക്കലും നമ്മൾ നിസ്സാരമായി കരുതരുത് എന്ന് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ബലിപീഠം, കർത്താവിൻ്റെ ബലിയർപ്പിക്കുന്ന ആൾത്താര എപ്പോഴും പരിശുദ്ധമാണ്. ആ ആൾത്താരയ്ക്ക് മുമ്പിൽ നമ്മൾ കടന്നു വരുമ്പോൾ ആ പരിശുദ്ധിയോടു കൂടി തന്നെ കടന്നു വരണമെന്നും ആ ഒരുക്കത്തോടു കൂടി തന്നെ കടന്നു വരണമെന്നും നമ്മൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ഓരോ കാഴ്ചകളും ഏറ്റവും നല്ല കാഴ്ചകളായിരിക്കണമെന്നും ഒരുങ്ങിയുള്ള കാഴ്ചകളായിരിക്കണമെന്നും ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ വചനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് ചോദിക്കുന്ന പ്രകാരമാണ്, കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ ബലിയർപ്പിച്ചാൽ അത് തിന്മയല്ലേ? മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും അർപ്പിച്ചാൽ അത് തിന്മയല്ലേ? അത് നിങ്ങളുടെ ഭരണാധികാരികൾക്ക് കാഴ്ചവെച്ചാൽ അവർ സന്തുഷ്ടരാകുമോ? നിങ്ങളോട് പ്രീതി കാണിക്കുമോ എന്നൊക്കെ കർത്താവ് വീണ്ടും ചോദിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ കർത്താവിൻ്റെ ഓരോ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അതിനൊരു എക്സ്ക്യൂസ് എടുക്കുന്നതിനെക്കുറിച്ച് ആണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവിന് കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അതിൻ്റേതായ ഗൗരവത്തിലെടുക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി എന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: ദൈവത്തിന് നമ്മൾ എന്ത് കൊടുത്താലും അത് നമുക്കുള്ളതിൻ്റെ ഏറ്റവും ബെസ്റ്റായിരിക്കണം എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കഴിവുകൾ, നമുക്കുള്ള ദൈവം ദാനമായി നൽകിയ നമ്മുടെ കഴിവുകൾ, നമ്മുടെ ബുദ്ധിശക്തിയൊക്കെ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നും ഇതിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. ബലിപീഠത്തെ നമ്മൾ സമീപിക്കുമ്പോൾ, വിശുദ്ധ ബലിയർപ്പിക്കാൻ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം ഏറ്റവും യോഗ്യതയുള്ളതാക്കി മാറ്റി വേണം ബലിയർപ്പിക്കാനെന്നും വിശുദ്ധ ലിഖിതം നമ്മെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും പ്രിയമുള്ള സഹോദരങ്ങളെ, മനസ്സിൽ അശുദ്ധി നിറഞ്ഞ് ശരീരത്തിൽ ആ അശുദ്ധിയോടുകൂടി, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒന്ന് ക്ഷമിക്കാനോ പൊറുക്കാനോ സാധിക്കാതെ, ഇല്ലെങ്കിൽ മാനുഷികമായ പല സുഖങ്ങൾക്കും നമ്മൾ വിട്ടുകൊടുത്ത് ദൈവസന്നിധിയിൽ ബലിയർപ്പിച്ച് ബലിപീഠത്തെ മലിനപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുന്ന ഇപ്രകാരമാണ്: പ്രത്യേകിച്ച് ബലിയർപ്പിക്കുന്നവരെ എല്ലാ വൈദികരും ഈ ബലിപീഠത്തെ എപ്പോഴും ബഹുമാനത്തോടു കൂടി ആ വിശുദ്ധിയോടുകൂടി കരുതണമെന്നും ഒരിക്കലും ബലിപീഠം നിസ്സാരമെന്ന് കരുതരുതെന്നും കർത്താവ് പഠിപ്പിക്കുന്നു. ഒപ്പം തന്നെ ബലിയർപ്പിക്കാൻ കടന്നു വരുമ്പോൾ ഒരുക്കത്തോടു കൂടി തന്നെ കടന്നു വരണമെന്നും നമ്മളുടെ അവസ്ഥ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ബലിയർപ്പിക്കുന്ന സമയത്ത് ആയിരിക്കണമെന്ന് ഒരുപക്ഷെ ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഒരു പുരോഹിതനോ അല്ലെങ്കിൽ ഒരു ആത്മായ സഹോദരനോ നമ്മൾ ബലിപീഠത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ തീർച്ചയായും നമ്മളർപ്പിക്കുന്ന വിശുദ്ധ ബലി, കർത്താവിൻ്റെ ബലി പാപമോചന ബലിയാണ്. പാപങ്ങൾ മോചിപ്പിക്കപ്പെടുന്നുണ്ട് വിശുദ്ധ ബലിയിൽ. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ഇപ്രകാരമാണ്: നമ്മൾ ആ ഏറ്റവും ശ്രദ്ധയോടുകൂടി വിശുദ്ധിയോടുകൂടി നമ്മുടെ ശരീരത്തെ, മനസ്സിനെ ദൈവത്തിൻ്റെ ബലിപീഠത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്ന് അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്.
അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദിവസത്തിൽ നമുക്ക് ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ബലിപീഠത്തെ ബലിയർപ്പിക്കുവാനും നമ്മൾ എപ്പോഴൊക്കെ കടന്നു വരുന്നോ ആ നിമിഷമൊക്കെ ദൈവമായിരിക്കണം നമുക്ക് നമ്മുടെ പ്രഥമ സ്ഥാനം ലഭിക്കുന്ന വ്യക്തി. നമ്മുടെ ശരീരം, മനസ്സ് ഒക്കെ ഏറ്റവും വിശുദ്ധിയോടുകൂടി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അവ ദൈവത്തിൽ അർപ്പിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത്ര എളുപ്പമല്ല ഈ കാര്യങ്ങൾ ഏറ്റവും വിശുദ്ധിയോടുകൂടി ചെയ്യുക എന്നുള്ളത്. മാനുഷികമായ ബലഹീനതകളൊക്കെ നമ്മളെ അസ്വസ്ഥപ്പെടുന്നുണ്ടാകാം. എന്നാൽ ദൈവത്തിന് അതൊരു കോംപ്രമൈസ് അല്ല. കർത്താവിന് കൊടുക്കേണ്ട കാര്യം ഏറ്റവും ബെസ്റ്റ് കൊടുക്കണമെന്നും ഏറ്റവും വിശുദ്ധിയോടുകൂടി ദൈവത്തിലായിരിക്കണമെന്നും മറ്റേതെങ്കിലുമൊക്കെ വ്യക്തികൾക്കോ വസ്തുക്കളൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം പൂർണ്ണമായി ദൈവത്തിന് അർപ്പിച്ചു വേണം വിശുദ്ധ ബലി അർപ്പിക്കാനെന്ന് വചനം പഠിപ്പിക്കുക. അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെതായ ഏതെങ്കിലും വ്യക്തിബന്ധങ്ങളുടെ പുറകെയോ ഏതെങ്കിലും സുഖങ്ങൾക്ക് പുറമെയോ ഏതെങ്കിലും ദിശയിൽ പാപം നൽകുന്ന സുഖങ്ങൾക്ക് പുറമെയോ ഒക്കെ ഓടുന്നുണ്ടെങ്കിൽ നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ ബലി ദൈവസന്നിധിയിൽ സ്വീകാര്യമാവുകയില്ല എന്നും കർത്താവ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മറ്റേതെങ്കിലും വ്യക്തികളുടെ സ്നേഹത്തിന് വേണ്ടിയോ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയോ ഒരു ലോങ്ങിങ് നമ്മളിലുണ്ടെങ്കിൽ അത് ദൈവത്തെക്കഴിഞ്ഞുപരിയായി ആ വ്യക്തിയെ പ്രതിഷ്ഠിക്കുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ചിന്തിക്കുന്ന പ്രകാരമാണ് നമുക്ക് മറ്റൊരു വ്യക്തിയോട് കൂടി ആയിരിക്കാൻ ഒരു പ്രത്യേകമായ ഒരു ആകാംക്ഷ, ഒരു പ്രത്യേകമായ ഒരു ആഗ്രഹം, ഒരു ലോങ്ങിങ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമല്ലോ, ആ അപ്രകാരം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധി ഇരിക്കുന്നതിന് ഉപരിയായി മറ്റൊരു വ്യക്തിയോട് കൂടി ആയിരിക്കാൻ, മറ്റൊരു സ്നേഹത്തിന് പുറകെ പോകാൻ, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുവാൻ, ഈ ലോകത്തിൻ്റെ സുഖം നൽകുന്ന എന്തെങ്കിലും ഒക്കെ ഇൻവോൾവ് ആകുവാൻ ഒരു ലോങ്ങിങ് നമുക്ക് ഉണ്ടെങ്കിൽ അത് ദൈവത്തെ കഴിഞ്ഞുപരിയായി ആ വ്യക്തികൾക്കോ ആ സമയത്തിനോ ആ സാഹചര്യങ്ങൾക്കോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ ലോങ്ങിങ്, നമ്മുടെ ആ വലിയ തീക്ഷ്ണമായ ആഗ്രഹം എപ്പോഴും കർത്താവിനെ അന്വേഷിക്കാനും കർത്താവിനെ കൂടെ ആയിരിക്കാനും ഉള്ള ഒരു തീക്ഷ്ണമായ ആഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൽ അതിനെതിരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ബലിവേദിയിൽ തന്നെ അവയെല്ലാം സമർപ്പിച്ച് രക്തം കൊണ്ട് കഴുകി നമ്മളർപ്പിക്കുന്ന വിശുദ്ധ ബലി വലിയൊരു ദൈവിക ഇടപെടലിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ, വിടുതലിൻ്റെ, വിശുദ്ധീകരണത്തിൻ്റെ ബലിയാക്കി മാറ്റി ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് ആഗ്രഹിക്കുന്ന റോമ 12:1 പറയുന്ന ഇപ്രകാരമാണല്ലോ, നമ്മുടെ ശരീരം ദൈവത്തിന് സജീവ ബലിയായി അർപ്പിക്കുക എന്ന്. നമ്മുടെ ദൈവം വസിക്കുന്ന ദേവാലയമാണ് ശരീരം, ബലിപീഠമാണ് ശരീരം. ഈ ബലിപീഠം നമ്മുടെ ശരീരത്തെ ഏറ്റവും വിശുദ്ധിയോട് യോഗ്യതയോടു കൂടി ഓരോ ആൾത്താരയ്ക്ക് മുമ്പിൽ നമ്മൾ കൊണ്ടുവന്ന് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തി വിശുദ്ധ ബലിയുടെ യഥാർത്ഥമായ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.